ആരൊക്കെയോ പരാതി കൊടുത്തത് കൊണ്ട് ആ പരാതിന്റെ പുറത്താണ് ഈ ബ്ലോക്കിംഗ് ഒക്കെ വന്നത്. മനസ്സിലായില്ലേ? അതിന്റെ പിറകിലുള്ള ആളെ എനിക്കറിയാം. പക്ഷെ ഞാനത് പരസ്യമായിട്ടൊന്നും പറയുന്നില്ല. ആർക്ക് തന്നെ അവസാനം വരുമ്പം ഞാൻ വരാൻ പോന്നു. വരുമ്പം എനിക്ക് അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ് വിളിച്ചത്. എന്നോട് പറഞ്ഞു, സുധാകർജി യു കമൻ വെൻ ആർ യു കമ്മിങ് ബാക്ക്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദാറ്റ് ആഫ്റ്റർ അറൈവിംഗ് ഹിയർ യു കം ആൻഡ് മീറ്റ് മീ വി ഹാവ് ടു ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടത്. അത്രമാത്രം ബന്ധം. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു വിഷയത്തിലാണ് എനിക്ക് താല്പര്യം. അപ്പൊ അയാൾ പറഞ്ഞു യെസ് യു ഗോ അഹെഡ്. ഒരു തരത്തിലും അതിനെക്കുറിച്ചിട്ട് അതിന് ഒരു മൈനസ് പോയിന്റ് ഇല്ലാതെ, ഒരു ബ്ലോക്ക് ഇല്ലാതെ അവർ എല്ലാവരും എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. ഒരു മന്ത്രിയാകാം, അതല്ലെങ്കിൽ മന്ത്രിയാകേണ്ട കാര്യവുമില്ല. പക്ഷെ മന്ത്രിയാവുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഡയറക്റ്റ് സർവീസ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഞാൻ കാണുന്ന മെച്ചം. ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും പാർട്ടിക്ക് വിധേയപ്പെട്ടു നിന്ന കെ സുധാകരന്റെ നിലപാടിനെ പിന്തുണച്ച പിണറായി വിജയനോട് ഇഷ്ടം പ്രകടിപ്പിക്കുകയാണ് കെ സുധാകരൻ. നേരിൽ കാണുമ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്യാമെന്നും തമാശയായി പറയുന്നുണ്ട് കെ സുധാകരൻ. പിണറായി വിജയന്റെ അഭിപ്രായത്തിൽ ഞാൻ 100% നെഞ്ചിലേറ്റുന്നു. അല്ല, അങ്ങനെയുണ്ടല്ലോ. അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട്, പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആ യാഥാർത്ഥ്യം എനിക്ക് ബാധിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് സീരിയസ് ആയി എനിക്കത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും എനിക്ക് നല്ല ഒരു പ്രോത്സാഹനമാണ് പിണറായിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കാറൊന്നുമില്ല, പക്ഷേ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് തുറന്നു പറയുന്നുണ്ട് കെ സുധാകരൻ. എന്നാൽ താൻ മുൻകൈയെടുത്ത് അത് പരിഹരിക്കുമെന്നും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പങ്കെടുക്കുമെന്നും കെ സുധാകരൻ പറയുന്നു. സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ പോകണ്ടേ? സണ്ണി മണ്ഡലത്തിൽ പോകണം, അതിന് എപ്പോഴും ദിവസം പോകാം. ഞാനും സണ്ണി മക്കയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതിന് മുമ്പും അദ്ദേഹവുമായി ഞാനുമായി നല്ല ബന്ധമാണ്. 9 വയസ്സിൽ ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിട്ട് ഞാൻ പ്രകടനം നടത്തിയ ആളാണ്. എന്നോട് ആരും ഒരു നേതാവും എന്നെ കണ്ട് സംസാരിച്ചിട്ടില്ല. അതൊക്കെ ശുദ്ധസംബന്ധമാണ്. ഒന്ന് എൻ്റെ വന്നിങ്ങനെ പറയാൻ അത്ര ഗഡ്സുള്ളവനൊന്നും BJP യിലൊന്നും ഇല്ല.